വികൃതി കുസൃതി എന്നൊക്കെ പറയണ പോലത്തെ ഒരു സ്വഭാവമായിരുന്നു. പിന്നെ ഒരു അമ്മ മകനെ എന്നും പറയണ വാക്കാണ് അത്. പക്ഷെ എനിക്കത് വളരെ സന്തോഷം കേൾക്കാൻ. ലോകത്തിലെ ഓരോ സൃഷ്ടിയും എത്ര വൈവിധ്യമുള്ളതാണല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങൾ, വിജയിച്ചവർ, തോറ്റവർ, പൊരുതുന്നവർ എല്ലാം നമ്മുടെ ചുറ്റുപാടിൽ കാണാം. അവരുടെ അനുഭവങ്ങൾ, കാഴ്ചകൾ, കാഴ്ചപ്പാടുകൾ, വെല്ലുവിളികൾ, ചവിട്ടുപടികൾ, നിസ്സഹായതകൾ എല്ലാം നമ്മുടെ പ്രയാണത്തിനും മുതൽക്കൂട്ടാണ്. ജീവിക്കുന്ന ചരിത്ര പുസ്തകങ്ങളാണ് ഓരോ മനുഷ്യരും. വരൂ, ഇവരെ നമുക്ക് കൂടുതൽ അടുത്തറിയാം. ലൈഫ് ഓഫ്. നമസ്കാരം, എൻ്റെ പേര് വിനയൻ. ഗുരുവായൂരാണ് വീട്. ഞാനൊരു പ്രവാസിയായിരുന്നു. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അഭിനയ ഫീൽഡിൽ ചെറിയ രീതിയിൽ പിച്ച് വെച്ച് വരുന്നു. ചെറിയ ചെറിയ രീതിയിൽ ഷോർട്ട് ഫിലിമുകൾ, സിനിമകൾ, സീരിയൽ ഇതൊക്കെ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ നിലവിലൊരു ആൾരൂപം എന്ന സീരിയലിൽ ഞാൻ വില്ലൻ കഥാപാത്രം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ആൽബം ചെയ്യേണ്ടായി. തെക്കേലെ കൊച്ചമ്പരാട്ടി എന്ന് പറഞ്ഞിട്ട് പാടി അഭിനയിച്ചതാണ്. ഞാൻ തന്നെയാണ് പാടി അഭിനയിച്ചത്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ചാനലിൽ തന്നെയാണ്. ചാനലിൻ്റെ പേര് കാർത്തിയാനി ക്രിയേഷൻ എന്നാണ്. അപ്പോൾ അതടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അതിൽ എൻ്റെ ചേട്ടൻ ശിവജി ഗുരുവായൂരും ഞാനും പിന്നെ രേണുസുതി പിന്നെ കുറച്ച് ആർട്ടിസ്റ്റുകൾ കൂടിയിട്ടാണ് അത് അവതരിപ്പിച്ചുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ഷെയ്ൻ. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് നമ്മളൊരു കഥകൾ പറയുക, നമ്മളെ അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നത് പറയണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഇപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ സാധാരണ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. എനിക്ക് 4 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, 4 ജ്യേഷ്ഠന്മാർ, അച്ഛൻ്റെ അമ്മ, അങ്ങനെയൊക്കെയുള്ളൊരു കുടുംബമായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ എന്നെ വളരെ ഒരു എന്താ പറയുക, വികൃതി കുസൃതി എന്നൊക്കെ പറയണ പോലത്തെ ഒരു സ്വഭാവമായിരുന്നു. കുരുത്തം കെട്ട ചക്ക എന്നൊക്കെ പറയില്ലേ, ശരിക്കും ഞാൻ അതായിരുന്നു. എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യണം, ചെയ്യാൻ പറഞ്ഞാൽ ഒട്ട് ചെയ്യൂല. അങ്ങനത്തെ ഒരു നല്ല സ്വഭാവത്തിൻ്റെ കുട്ടിയായിരുന്നു. നല്ല സ്വഭാവമുള്ള കുട്ടിയായിരുന്നു ഞാൻ. വളരെ മാന്യമായിട്ടുള്ള കുട്ടി. ആരെന്ത് പറഞ്ഞാലും അനുസരിക്കാതെ എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ചെയ്തുകൊണ്ടൊക്കെ നടക്കുന്ന ഒരു ചെറുപ്പകാലമായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ വളരെ ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നെ എപ്പോഴും പറയാ, ഈ കരിഞ്ഞോനെ കണ്ടതിന് പിന്നെ കഷ്ടകാലമാണെന്ന് പറഞ്ഞിട്ട് എന്നും പിന്നെ ഒരു അമ്മ മകനെ എന്നും പറയണ വാക്കാണത്. പക്ഷെ എനിക്കത് വളരെ സന്തോഷം കേൾക്കാൻ. എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെയാണ്. ഈ നെഗറ്റീവുകൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുള്ള കാരണം എനിക്ക് ഭയങ്കര എന്നും അമ്മനെ കൊണ്ട് അത് പറയിപ്പിച്ചേ ഞാൻ അടങ്ങുള്ളൂ. എന്നും അമ്മ പറയുകയും ചെയ്യും. കാരണമുണ്ട്. ഞാൻ ജനിക്കണ വരെ വീട്ടിൽ നല്ല സമൃദ്ധിയായിരുന്നു. അച്ഛൻ ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. അപ്പോൾ ജോലി കഴിഞ്ഞാൽ അവർക്ക് നല്ല സമാധാനമായിട്ടൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ജനിച്ച് ഒരു വർഷം എനിക്കൊരു വയസ്സ് തികയാനായിട്ട് മുമ്പ് അച്ഛൻ പോയിട്ട് പിന്നെ അച്ഛൻ വന്നില്ല, പൈസ അയക്കില്ല. അപ്പം അങ്ങനെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടാണ് ഈ അമ്മ പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും അമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അമ്മോട് ഭയങ്കര സ്നേഹമാണ്, എനിക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ എൻ്റെ ചെറുപ്പത്തിൽ വികൃതികൾ ഒട്ടും കുറവില്ലാതെ അങ്ങനെ ജനിച്ചു വളർന്ന് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് വളർന്നത്. പക്ഷെ പഠിക്കാനും ചെറുപ്പത്തിൽ 4ാം ക്ലാസ് വരെ പഠിച്ചത് പാറയിലെ സ്കൂളിലാണ്. അപ്പോൾ കാവീട് ആണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആ സ്കൂൾ. ആ സ്കൂളിൽ പോയി 4ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പോൾ പഠിക്കാനൊക്കെ നല്ല ആഗ്രഹമായിരുന്നു. എൻ്റെ ഒരു പാപ്പുണ്ട്. പാപ്പനെ പോലെ മാഷാവണം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഇത് പഠിക്കാനൊക്കെ പോയിരുന്നത്. പക്ഷേ 4ാം ക്ലാസ് വരെ പഠിച്ചു. നല്ല രീതിയിൽ പഠനമൊക്കെ കഴിഞ്ഞു. നല്ല മാർക്കോട് കൂടിയിട്ട് ഞാൻ പാസ്സായി. 4 വരെയുള്ള അവിടെ. അത് കഴിഞ്ഞ് 5ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തത് തൊഴിയൂർ സ്കൂളിലായിരുന്നു. തൊഴിയൂർ സ്കൂളിൽ പോയി നോക്കുമ്പോൾ ഭയങ്കര വ്യത്യസ്തമായ അനുഭവം. ഈ സ്കൂളും ആ സ്കൂളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ പഠനത്തിനാണ് മുൻതൂക്കം ഉണ്ടായിരുന്നെങ്കിൽ തൊഴിയൂർ സ്കൂളിൽ എന്തുകൊണ്ടും അന്ന്, ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ, അന്ന് ഈ സമരം, തല്ല്, ഇതിലൊക്കെയാണ് മുൻഗണന. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞാൽ എവിടെ പോയാലും എന്തിലും മുന്നിട്ട് നിൽക്കണം എന്നുള്ളൊരു ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു.
ഇവിടെ പഠനത്തിലാണ് മുന്നിട്ട് നിന്നിരുന്നെങ്കിൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ അടിപിടി, സമരം ചെയ്യൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് ഞാൻ വളരെ ചെറുതാണ്. അവിടെ വലിയ വലിയ പിള്ളേരുണ്ടായിരുന്നു, മീശ കൊണച്ച പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ സ്വഭാവം അതായതുകൊണ്ട് ഞാൻ പഠനം വിട്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ മുന്നിട്ടിറങ്ങി വളരെ നല്ല രീതിയിൽ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അതിൽ നല്ല അറിയാലോ, 4ാം ക്ലാസ് വരെ പഠിച്ച വിദ്യാഭ്യാസം മാത്രമേ എനിക്കുള്ളൂ. 10 വരെ സ്കൂളിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ അടിപിടി, ഇടികുടി, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് അതിലും മുന്നിട്ട് നിന്നു. 10ാം ക്ലാസ് കഴിഞ്ഞു. ചെറുപ്പത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയുള്ളത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എൻ്റെ ഒരു പാപ്പുണ്ട്, പാപ്പനെ പോലെ മാഷാവണം എന്നാണ്, അധ്യാപകനാവണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് എന്നെ ഇതാക്കിയിട്ടുള്ളത് എൻ്റെ അമ്മ തന്നെയാണ്. അമ്മേനെ ഞാൻ ഒരുപാട് അമ്മ അത്രയും കഷ്ടപ്പാടും ഇതൊക്കെ ഉണ്ടെങ്കിലും വളരെ എന്താ പറയുക, വളരെ നല്ല അച്ചടക്കം പാലിക്കണം എന്ന് നിർബന്ധമുള്ള ഒരു അമ്മയായിരുന്നു. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും, പട്ടിണിയാണെങ്കിലും പരാതിയാണെങ്കിലും ഒരാളെ അറിയിക്കാതെയും കഷ്ടപ്പെട്ടും ഞങ്ങൾ തന്നെ ഒരുപാട് അധ്വാനിച്ച് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അമ്മ ഞങ്ങളെ വളർത്തിയിട്ടുണ്ടാക്കിയത്. അച്ഛൻ രാജസ്ഥാനിൽ അന്നും ഗവൺമെൻറ് ജോലി തന്നെയാണ്. രാജസ്ഥാനിലെ കോട്ട ഡാമിലെ ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് അന്ന് ചെയ്തായിരുന്നു. അച്ഛൻ കുറേ ഗവൺമെൻറ് ജോലികളൊക്കെ ചെയ്തുള്ള ആളാണെങ്കിലും കൂടി ഒരു രക്ഷയില്ല. അച്ഛൻ മിലിറ്ററിയിലുണ്ടാകുന്ന, ബ്രിട്ടീഷ് മിലിറ്ററിയിലുണ്ടാകുന്ന ആളാണ്. പിന്നെ റെയിൽവേയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിലായ് സ്റ്റീൽ പ്ലാന്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് KSRTC ബസ് ഓടിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റാണ് അച്ഛൻ ഇവിടെ രാജസ്ഥാനിൽ, അതും രാജസ്ഥാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയാണ് കോട്ട ഡാം, അതിലെ ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ 10 വയസ്സിലാണ് എൻ്റെ അച്ഛനെ കാണുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അച്ഛൻ്റെ അടുത്താണ്. അദ്ദേഹം ലീവിന് വരും, പോവും. അപ്പോൾ ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ കുറേ നടക്കും. ചേട്ടനെ വലിയ കാര്യമായിരുന്നു, ചേട്ടൻ്റെ കൂടെ ഞാൻ നടക്കും. പിന്നെ എനിക്ക് 9 വയസ്സുള്ളപ്പോഴാണ് ചേട്ടൻ ഫസ്റ്റ് ഗൾഫിൽ പോണത്. ചേട്ടൻ ഗൾഫിൽ പോയതിന് ശേഷം ഞങ്ങൾക്ക് ജീവിത സാഹചര്യമൊക്കെ നന്നായിട്ട് മെച്ചപ്പെട്ടു, നല്ല രീതിയിൽ. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ചെറുപ്പത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ അമ്മ തന്നെയാണ്. ഇപ്പോഴും ഞാൻ നല്ല രീതിയിൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്ത് പോകണം. അമ്മ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്.